إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المؤمنون عباد الله أوصيكم إياي أولا بتقوى الله സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ വഴിപ്പെട്ട് അവനിൽ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പൂർത്തീകരിച്ചു തന്ന ദീനുൽ ഇസ്ലാം, അൽ ഹനീഫിയ്യത്തു സംഹ, ഋജുവായ, ശിർക്കിന്റെ യാതൊരു ലാഞ്ചനയും ഏൽക്കാത്ത, തൗഹീദ് കൊണ്ട് സമ്പന്നമായ മഹത്തായ ഈ ദീനിലേക്ക് നമുക്ക് ഹിദായത്ത് നൽകി എന്നത് ഏറ്റവും വലിയ നിഅമത്താണ്. ദുനിയാവിൽ നമുക്ക് ലഭിച്ച നിഅമത്തുകളിൽ ഏറ്റവും കനപ്പെട്ടത്. സഹോദരങ്ങളെ, ഈ നേരായ ദീൻ, ശരിയായ ഇസ്ലാം, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് കാഴ്ചവെച്ചു തന്ന മില്ല, ഇതിന്റെ പ്രത്യേകതയാണ് ഈ ദീനിന്റെ എളുപ്പം, ഇതിന്റെ ലാളിത്യം. അസ്സമാഹത്തു വൽ യുസ്ർ ലാ ഉസ്ര ഫീഹി വലാ തഅസീർ. ഇതിൽ ഞെരുക്കമില്ല, ഞെരുക്കമുണ്ടാക്കലില്ല. ഇതിൽ മനുഷ്യർക്ക് പ്രയാസമുള്ള, അവരെ എടുക്കുന്ന പാരുഷ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഈ ദീൻ നമുക്ക് പകർന്നു തന്ന നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അല്ലാഹു സൂറത്തു തൗബയിൽ പറഞ്ഞല്ലോ, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള റസൂൽ വന്നെത്തിയിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത് സഹിക്കാൻ കഴിയാത്ത റസൂൽ, നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത റസൂൽ. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ റഊഫുൻ റഹീം, മുഅ്മിനീങ്ങളുടെ വിഷയങ്ങളിൽ, അവരുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും കാര്യങ്ങളിൽ അവർക്ക് നേടാൻ സാധിക്കുന്ന ഏതെല്ലാം നന്മകളുണ്ടോ, മസാലിഹുകളുണ്ടോ, അതിലെല്ലാം അതീവ തൽപരനായ റസൂൽ. അത് അവർക്ക് ലഭിക്കണം, അവരതിന്റെ പൂർണ്ണത നേടണമെന്ന് അതീവ താല്പര്യമുള്ള റസൂൽ. പ്രയാസം അവർക്കുണ്ടാകുന്നത് സഹിക്കാൻ കഴിയാത്ത റസൂൽ. റഊഫുൻ റഹീം, മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റം ദയാലുവും അതുപോലെ തന്നെ കാരുണ്യവും കാണിക്കുന്ന റസൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ആ റസൂൽ കാഴ്ചവെച്ച് തന്ന ദീൻ, അതിൽ ഞെരുക്കമില്ല, അതിൽ പ്രയാസമില്ല, അതിൽ കടുപ്പിക്കലില്ല, അതിൽ പെരുപ്പിക്കലില്ല.
ആ ദീനാർക്കും കീറാമുട്ടിയാകുകയില്ല. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുർ റഹ്മ വ ഇമാമുൽ ഉമ്മ, അവിടുന്ന് ഇത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന മഹത്തായ ഒരു ഹദീസുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മെ കേൾപ്പിച്ച മഹത്തായ ഒരു ഹദീസ്. ആ ഹദീസിന്റെ ചില പാഠങ്ങളിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ ഞാൻ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇന്ന ദീന യുസ്റുൻ വല യുശാദ്ദ ദീന അഹദുൻ ഇല്ലാ ഗലബ ഫസദ്ദിദു വഖാരിബു വഅബ്ശിറു വസ്തഈനു ബിൽ ഗദ്വതി വർ-റൗഹതി വശൈഇൻ മിന ദുൽജ വൽ ഖസ്ദ തബ്ലുഗു. ഇതാണ് ഹദീസ്. ഈ ഹദീസിലെ ഓരോ വാചകങ്ങളും മഹത്തായ പാഠങ്ങൾ മുസ്ലിം ഉമ്മത്തിന് സമ്മാനിക്കുന്ന, ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, മുസ്ലിം ഉമ്മത്തിന്റെ അവർ ഇന്നും എക്കാലത്തും അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമോതുന്ന മഹത്തായ ഒരു ഹദീസാണിത്. നോക്കൂ നിങ്ങൾ, ഈ ഹദീസിലെ ഒന്നാമത്തെ വാചകം നമ്മുടെ ദീനിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. ഇന്ന ദീന യുസ്റുൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരക്കെട്ടുറപ്പിച്ചു പറയുകയാണ്, നിശ്ചയം ഈ ദീൻ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് ഏൽപ്പിച്ചു തന്ന ഈ മഹത്തായ ദീൻ, ദീനുൽ ഇസ്ലാം, സിറാത്തുൽ മുസ്തഖീം, അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശം, ഇതെളുപ്പമാണ്. എല്ലാ അർത്ഥത്തിലും എളുപ്പമാണ്. നമ്മുടെ ദീനിന്റെ എല്ലാ കാര്യങ്ങളിലും അതെളുപ്പം മാത്രമാണ് അതിന്റെ വക്താക്കൾക്ക് സമ്മാനിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അഖാഇദുഹു അസഹുൽ അഖാഇദ് വഅഖ്വമുഹ. പണ്ഡിതന്മാർ പറയുന്നു, ഈ ദീനിന്റെ അഖീദ, ഈ ദീനിന്റെ അടിത്തറ, അതേറ്റവും ശരിയായ, ഏറ്റവും ഋജുവായ അഖീദയാണ്. തൗഹീദാണ് ഈ ദീനിന്റെ അഖീദ. തൗഹീദ് കൊണ്ട് സമ്പന്നമാണ് ഈ ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ആരാധനയുടെ ഏതേതംശങ്ങളും വകവെച്ച് നൽകുക, അല്ലാഹുവിന്റെ മാത്രം അടിമയായി ജീവിക്കുക, നിന്റെ അടിമത്തം അല്ലാഹുവിന്റെ മുമ്പിൽ അടിയറവ് വെക്കുക, അവന് താണുകേണ്ട വിനയത്തോടെ സാഷ്ടാംഗം നമിച്ച് ആരാധനകൾ അവന് മാത്രം വകവെച്ച് നൽകി നീ അല്ലാഹുവിന് ജീവിതം സമർപ്പിക്കുക. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതാണ് ഒരു മുസ്ലിമിന്റെ പ്രഖ്യാപനം. ഇതാണ് ഈ ദീനിന്റെ അഖീദ. തൗഹീദ് കൊണ്ട് ബലിഷ്ഠമായ അടിത്തറവാകുന്ന ഏറ്റവും ഋജുവായ, ഏറ്റവും ശരിയായ അഖീദയാണ്, ആദർശമാണ് ഈ ദീനിന്റെ അഖീദ. വഇബാദാതുഹു വഅഅമാലുഹു അഹ്സനുൽ അഅമാലി വഅദലുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ നമുക്ക് നിശ്ചയിച്ച ഇബാദത്തുകൾ അതേറ്റവും മനോഹരമായ, ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും നീതിയുക്തമായ, ഏറ്റവും ശരിയായ ഇബാദത്തുകളാണ്. നിസ്കാരം നോക്കൂ നിങ്ങൾ. എത്രയോ അമുസ്ലിമീങ്ങൾ അവരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ, അവർ ഇസ്ലാം പുൽകാൻ കാരണമായി അവരെ ഇസ്ലാം സ്വീകരണത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെക്കവേ അവർ പറഞ്ഞത് വലിയ പരുത്ത അനുഭവങ്ങളൊന്നുമല്ല, മറിച്ച് ഇസ്ലാമിന്റെ നിസ്കാരക്രമമുണ്ടല്ലോ, ഓരോ ദിവസവും 5 നേരം കൃത്യമായ ഇടവേളകളിൽ കൃത്യമായി അവർ നിർവഹിക്കുന്ന നിസ്കാരം, അത് ഞങ്ങളെ ആകർഷിച്ചു. ഇങ്ങനെ ഏറ്റവും മനോഹരമായ നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, റമദാൻ മാസത്തിലെ ഒരു മാസത്തെ കാലത്തെ വ്രതാനുഷ്ഠാനമാകട്ടെ, ദാനധർമ്മങ്ങളാകട്ടെ, സകാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഇസ്ലാമിന്റെ സ്തംഭങ്ങളിൽ എണ്ണപ്പെടുന്ന ഇബാദത്തുകളും അതല്ലാത്ത ഐച്ഛികമായ ആരാധനകളും ഏറ്റവും മനോഹരമായ ഇബാദത്തുകളാണ്, ഏറ്റവും യുക്തിസമ്പൂർണമായ ഇബാദത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന്റെ ഇബാദത്തുകൾ നമുക്ക് നിശ്ചയിച്ചത് അങ്ങനെയാണ്. വഅഖ്ലാഖുഹു ആദാബുഹു അസ്കൽ ആദാബി വഅതമ്മുഹാ വഅക്മലുഹാ. ഈ ദീനിന്റെ പെരുമാറ്റ മര്യാദകൾ, ഈ ദീൻ അനുവർത്തിക്കുന്നവർ കാഴ്ചവെക്കേണ്ടുന്ന സ്വഭാവ മൂല്യങ്ങൾ അതേറ്റവും പരിശുദ്ധമാണ്, ഏറ്റവും പരിപൂർണമാണ്. എല്ലാ മനുഷ്യർക്കും ഉപകാരം മാത്രം നൽകുന്ന പെരുമാറ്റ സ്വഭാവ മൂല്യങ്ങളാണ് ഈ ദീനിൻ്റെതായിട്ടുള്ളത്. ഒരു മുസ്ലിമിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും നിനക്ക് സ്വതക്കയുടെ പ്രതിഫലം നൽകുന്ന കാര്യമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി. ഒരു മുസ്ലിം അവൻ യഥാർത്ഥ മുസ്ലിമാകുന്നത് മറ്റു മുസ്ലിമീങ്ങൾ അവന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നുള്ള ദ്രോഹത്തിൽ നിന്നും സുരക്ഷിതരാകുന്നുവോ അവൻ യഥാർത്ഥ മുസ്ലിമായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അയൽവാസികളോടുള്ള ബാധ്യതകൾ എണ്ണി പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസിയോടുള്ള കടപ്പാടുകൾ അയവിറക്കവേ സ്വഹാബത്ത് വിചാരിച്ചു പോലും അയൽവാസികൾക്ക് അനന്തര സ്വത്ത് നൽകേണ്ടി വരുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സംസാരത്തിൽ ധ്വനിച്ചുപോയി.
അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കാത്തവനാണ് ഒരു മുസ്ലിം എന്ന് പഠിപ്പിച്ച ദീൻ. ഈ ഇസ്ലാമിന്റെ ഇടപാടുകൾ, ക്രയവിക്രയങ്ങൾ, സ്വഭാവ പെരുമാറ്റ മര്യാദകൾ, മൂല്യങ്ങൾ, അത് മറ്റേതൊരു പ്രത്യയശാസ്ത്രത്തിനോടും മനുഷ്യന്മാർ പടച്ചുണ്ടാക്കിയ ആദർശ പ്രസ്ഥാനങ്ങളോടും ഇസങ്ങളോടും കിടപിടിക്കാൻ പറ്റാത്ത രൂപത്തിൽ, സമാനതകളില്ലാത്ത രൂപത്തിൽ അതുല്യമായ മൂല്യങ്ങളാണ്. കാരണം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പടച്ച റബ്ബ് അവൻ നൽകിയ ദീനാണ്. ഇത് മനുഷ്യൻ പടച്ചുണ്ടാക്കിയ ദീനല്ല. ഇങ്ങനെ ഇസ്ലാമിന്റെ ഏതേത് രംഗത്തും അത് നീതിയും യുക്തിയും സമ്പൂർണവും മനോഹരവും അതുപോലെ തന്നെ സാർവകാലികവും സാർവജനീനവും സർവത്ര പ്രസക്തവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന ദീന യുസ്റുൻ, നമ്മുടെ ദീൻ എളുപ്പം മാത്രമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ ആദ്യ വാചകത്തിൽ നമ്മെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ശേഷം ഈ ഹദീസിൽ ഈ എളുപ്പമാകുന്ന ദീൻ അത് കൈമുതലാക്കിയ ഈ ദീനിന്റെ വക്താക്കൾ മുസ്ലിമീങ്ങൾ ഈ ദീനിനോട് സമീപിക്കേണ്ട സമീപനം എന്താണ്, ദീനിനെ അവർ പുൽകേണ്ടുന്ന രീതിശാസ്ത്രം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതെങ്ങനെയാണ് അവർ പ്രയോഗത്തിൽ വരുത്തേണ്ടത് എന്നതിന്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് നമ്മെ കേൾപ്പിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പറഞ്ഞു, വലയുഷാദ്ദ ദീന അഹദുൻ ഇല്ലാ ഗലബ. ആരാണോ ഈ ദീനിനെ കടുപ്പിക്കുന്നത്, ആരാണോ ഈ ദീനിലില്ലാത്ത കാർക്കശ്യം കാണിക്കുന്നത്, ദീൻ അവനെ അതിജയിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സഹോദരങ്ങളെ, എന്താണ് ദീനിനെ കടുപ്പിക്കുക, എന്താണ് ദീനിലില്ലാത്ത കാർക്കശ്യം പുലർത്തുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു, ദീനിന്റെ പരിധികൾ, ദീനിന്റെ അതിർവരമ്പുകൾ അവിടെ നിൽക്കാതിരിക്കുക. തന്റെ ബുദ്ധി കൊണ്ടും തന്റെ ചിന്ത കൊണ്ടും തന്റെ മനസ്സിലും ശരീരത്തിലും സ്വത്വത്തിലും പ്രകൃതി അടിഞ്ഞിട്ടുള്ള കാർക്കശ്യമുണ്ടാകും. അവൻ ജനിക്കുമ്പോൾ തന്നെ കാർക്കശ്യക്കാരനാണ്. അവൻ ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ പരുക്കനാണ്. അതുകൊണ്ട് അവൻ മനസ്സിലാക്കിയ ദീൻ പാരുഷ്യമാണ്. അതിനിൽ വിശാലതയില്ല, അതിനിൽ കൂട്ടിപ്പിടിക്കലില്ല, ചേർത്തി നിർത്തലില്ല, അകറ്റലും കീറിമുറിക്കലും വെട്ടിനിരത്തലും മാത്രമാണ് എന്ന് മനസ്സിലാക്കിയവൻ ആ ദീനിന്റെ പാരുഷ്യത്തിലേക്കും കാർക്കശ്യത്തിലേക്കും നയിക്കും. ദീനിന്റെ വരച്ചുവെക്കപ്പെട്ട ശറഇന്റെ വിധിവിലക്കുകളിലെ പരിധികളിൽ അവർ നിൽക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ലാ യഖഫു ഇൻദ ഹുദൂദി ശരീഅ, ശരീഅത്തിന്റെ അതിർവരമ്പുകളിൽ അവൻ നിൽക്കുകയില്ല. വലാ യതഖയ്യദ് ബിളവാബിതിഹാ, ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരുപാധികമായി ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടാകും. ചില കാര്യങ്ങൾക്ക് ഉപാധി ഉണ്ടാകും, ഉപാധികളോടെ നടപ്പിലാക്കേണ്ടി വരും. ഉപാധികളുള്ള കാര്യം ഏതാണ്? വ്യാപകമായി വ്യാപകാർത്ഥത്തിൽ അത് പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? അതല്ല, അതിൽ ഒഴിച്ചു നിർത്തേണ്ട ഇസ്തിസ്നാഅത്തുകൾ എന്തൊക്കെയാണ്? ഇതൊന്നും അറിയാതെ, അതിന്റെ ഫിഖഹ് അറിയാതെ, അതിന്റെ മർമ്മമറിയാതെ, അതിന്റെ കാമ്പറിയാതെ ദീൻ കടുപ്പവും പെരുപ്പവും മാത്രമാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ, അവർക്ക് ആ ദീനിന്റെ പ്രത്യേകിച്ച് കർമ്മശാസ്ത്ര മേഖലകളിലുള്ള അതിന്റെ ഫിഖഹ് അറിയുകയില്ല, അഭിപ്രായ വ്യത്യാസങ്ങളിലുള്ള ഫിഖ്ഹുൽ ഇഖ്തിലാഫ് അറിയില്ല, ഗവേഷണപരമായ മസലകളിലുള്ള വിശാലതകൾ അറിയുകയില്ല, അവിടെ പാലിക്കേണ്ടുന്ന ആദാബുകൾ അറിയില്ല, ദീനിന്റെ അടിസ്ഥാനപരമായ ഇസ്ലാമിൽ നിന്ന് പുറത്താകുകയും അകത്താകുകയും ചെയ്യുന്ന അഹ്കാമുകൾ, ആധാരപരമായിട്ടുള്ള അഹ്കാമുകൾ അറിയില്ല. ഇതൊന്നും അറിയാതെ ദീൻ വെറും കടുപ്പവും പെരുപ്പവും പാരുഷ്യവുമാണ് എന്ന് മനസ്സിലാക്കുന്നവർ വലയുഷാദ്ദ ദീന ഇല്ലാ ഗലബ, അങ്ങനെ ദീനിനെ കടുപ്പിക്കുന്നവർ അവരെ ദീൻ അതിജയിക്കുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇങ്ങനെ കടുപ്പിക്കുന്നവർ, പെരുപ്പിക്കുന്നവർ, അവർക്കതുകൊണ്ട് വ്യതിചലനവും അതുപോലെ തന്നെ പിഴവും അതുപോലെ തന്നെ വഴികേടുമാണ് അവർക്ക് സംഭവിക്കുക എന്ന് പണ്ഡിതന്മാർ ഈ ഭാഗത്തെ വിശദീകരിക്കവേ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിൽ എവിടെയാണ് വിശാലത ഉൾക്കൊള്ളേണ്ടത്? എവിടെയാണ് നമ്മൾ ദീനിന്റെ മഹാവിസ്തൃതമായ മേഖലകൾ, അതിന്റെ വിശാലത പ്രയോഗത്തിൽ വരുത്തേണ്ടത്? എവിടെയാണ് നമ്മൾ കാർക്കശ്യത്തോടെ കണിശമായി നിലകൊള്ളേണ്ടത്? ഇത് കൃത്യമായി മനസ്സിലാക്കാതെ ദീൻ കടുപ്പവും അതുപോലെ തന്നെ കാർക്കശ്യവും മാത്രമാണ് എന്ന് വിചാരിക്കുക, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ മനോഹാരിതക്കെതിരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, തുടർന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നു, ഫശദ്ദിദു വഖാരിബു വഅബ്ശിറു. 3 വാചകങ്ങളാണ് ഇതിലുള്ളത്. ഒന്നാമത്തേത് അശ്ശദാദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഏറ്റവും ശരിയായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ ആവശ്യപ്പെടുന്നു. ഇസ്ലാം ദീനിന്റെ നേരായ മാർഗം ഏതാണോ ആ നേരായ മാർഗം മനസ്സിലാക്കി അതിൽ കൂട്ടലില്ലാതെ, അതിൽ കുറക്കലില്ലാതെ ശരിയെങ്ങനെയാണോ അവിടെ നിലകൊള്ളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നു. സദ്ദിദു,
നിങ്ങൾ ശരിയായ മാർഗത്തെ മുറുകെ പിടിക്കണം. ഫമൻ കാന കദാലിക ഫഹുവ മിൻ അഹ്ലി സദാദ് വഅഹ്ലിൽ ഖവാം. അങ്ങനെ നേരായ മാർഗത്തിൽ നിലനിൽക്കുന്നവനാണ് ശരിയായ ഹിദായത്ത് ലഭിക്കുന്നവൻ. ഇനി അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ എല്ലാവർക്കും, മുസ്ലിം ഉമ്മത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഇസ്ലാമിന്റെ ഓരോ രംഗത്തുമുള്ള വിധിവിലക്കുകളിൽ 100% നിലപാട്, 100% ശരിയായ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. അത് അസംഭവ്യമാണ്. അങ്ങനെ സാധിക്കാത്ത പക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള പരിഹാരം അടുത്ത വാചകത്തിൽ പറയുന്നു, വഖാരിബു. ശരി എങ്ങനെയാണോ അത് കൃത്യമായി നിങ്ങൾക്ക് പുൽകാൻ സാധിച്ചില്ലെങ്കിലും അതിനോട് അടുത്ത് നിൽക്കാനെങ്കിലും പരിശ്രമിക്കുക. വഖാരിബു ഫഅലൈഹി ബിൽ മുഖാറബ. അതിനോട് അടുത്ത് നിൽക്കുക, ഹക്കിലേക്ക് എത്താനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുക, അഭിവാഞ്ഛയുണ്ടാകുക, സത്യത്തിൽ നേരായി കൃത്യമായി സഞ്ചരിക്കുന്നവരോടൊപ്പം അണിനിരക്കാൻ താല്പര്യമുണ്ടാകുക, നല്ല നിയത്തുണ്ടാകുക. ആ നല്ല നിയത്ത് നിങ്ങളെ ശരിയിലേക്ക് എത്തിക്കും. അല്ലാഹു പറഞ്ഞില്ലേ, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ മാർഗത്തിൽ ത്യാഗപരിശ്രമത്തിൽ ഏർപ്പെടുന്നവരാരാണോ അവർക്ക് നമ്മുടെ ശരിയായ മാർഗത്തിലേക്ക് ഹിദായത്ത് നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഹക്ക് കൃത്യമായി എങ്ങനെയാണോ അതിൽ നിലകൊള്ളാൻ നമുക്ക് എന്തെങ്കിലും സന്ദർഭവശാലുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനോട് അടുത്തു നിൽക്കാൻ കഠിനമായി പരിശ്രമിക്കുക, ദുആ ചെയ്യുക, അതിൽ നിലകൊള്ളുന്ന ആളുകളോടൊപ്പം ചേരാൻ ആഗ്രഹവും പൂതിയും വെക്കുക. ഇതാണ് ഫഅലൈഹി ബിൽ മുഖാറബ വഖാരിബു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, ഇങ്ങനെ ശരിയെ പുൽകുന്നവർ, ശരിയെ കൃത്യമായി സ്വീകരിക്കാൻ സാധിച്ചില്ലെങ്കിലും നടപ്പിലാക്കാൻ സാധിച്ചില്ലെങ്കിലും അതിനോട് അടുത്ത് നിൽക്കുന്നവർ വഅബ്ശിറു, അവർ സന്തോഷിക്കുക, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബിശാറ എന്തിനെപ്പറ്റി സന്തോഷിക്കണം, എന്തുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണമെന്ന് പറഞ്ഞില്ല. സ്വർഗം കൊണ്ട് സന്തോഷിക്കണം, പരലോക വിജയം കൊണ്ട് സന്തോഷിക്കണം, ദുനിയാവിലെ സൗഭാഗ്യം കൊണ്ട് സന്തോഷിക്കണം എന്ന് ആ സന്തോഷ വാർത്തയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിമിതപ്പെടുത്തി നിർവചിച്ചില്ല. മറിച്ചത് വ്യാപകാർത്ഥത്തിൽ പറഞ്ഞു, അബ്ശിറു, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. പണ്ഡിതന്മാർ പറയുന്നു, ബികുല്ലി ഖൈരിൻ അമീമിൻ വഫദ്ലിൻ അദീമിൻ വഅതാഇൻ ജസീലിൻ ഫി ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്ന എല്ലാ നന്മയും, എല്ലാ സൗഭാഗ്യവും, എല്ലാ നേട്ടങ്ങളും അവർക്ക് ലഭിക്കുന്നതാണ്. ശരിയെ പുൽകുക, സാധിച്ചില്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിലേക്ക് എത്താനുള്ള അതിയായ ആഗ്രഹം ഉണ്ടാകുക, ദീൻ കടുപ്പിക്കാതിരിക്കുക, ദീൻ പെരുപ്പിക്കാതിരിക്കുക, ദീനിന്റെ ലാളിത്യത്തെ പുൽകുക, അതിന്റെ മനോഹാരിതയിൽ നേരായി സഞ്ചരിക്കുക. വഅബ്ശിറു, ദുനിയാവിലും ആഖിറത്തിലുമുള്ള സകല നന്മയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, നിങ്ങൾക്ക് സന്തോഷ വാർത്ത അടയാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ദീനിന്റെ വിശാലമായ ലാളിത്യം ഉൾക്കൊള്ളുന്ന, അതിന്റെ എളുപ്പത്തിൽ ഞെരുങ്ങാതെ സഞ്ചരിക്കുന്ന ശരിയായ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം സൂചിപ്പിച്ചു വന്ന ഈ മഹത്തായ ഹദീസ് അതിന്റെ അടുത്ത വാചകത്തിൽ നമ്മെ കേൾപ്പിക്കുന്നു, വസ്തഈനു ബിൽ ഗദ്വതി വർ-റൗഹ വശൈഇൻ മിന ദുൽജ. നിങ്ങൾ പകലിന്റെ ആദ്യവേളയിലും പകലിന്റെ അവസാന വേളയിലും രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് അല്പവും അള്ളാഹുവിനോട് സഹായം തേടുക, അവനോട് ദുആ ചെയ്യുക, അവനെ സ്മരിക്കുക, ഇബാദത്തുകളിൽ സൽക്കർമ്മങ്ങളിൽ മുഴുകുക. ശരിയെ പുൽകാൻ ആഗ്രഹിക്കുന്നവർ, ഹക്കിൽ അടിയുറക്കാൻ ആഗ്രഹിക്കുന്നവർ, ദീനിന്റെ ലാളിത്യത്തെ ജീവിതത്തിൽ പകർത്താൻ താല്പര്യമുള്ളവർ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്ത അറിയിച്ച ദുനിയാവിലെയും ആഖിറത്തിലെയും സകല നന്മകളും സ്വായത്തമാക്കാൻ മനസ്സ് വെമ്പുന്നവർ, അവർ ചെയ്യേണ്ട പണി ഇതാണ്. വസ്തഈനു ബിൽ ഗദ്വതി വർ-റൗഹ. പകലിന്റെ ആദ്യവേളയിലും, പകലിന്റെ ആദ്യവേള എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്ത ഫജ്ർ നിസ്കാരത്തിന് ശേഷമുള്ള സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ആ മഹത്തായ സമയം,
അവിടെ പ്രത്യേകമായ ചില ഇബാദത്തുകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹി നിസ്കാര ശേഷം ദിക്റുകളിൽ മുഴുകി ആ സമയത്ത് ചൊല്ലാനുള്ള അദ്കാറുൽ മസാ, പ്രഭാതവേളയിലെ പ്രത്യേകമായ ദിക്റുകൾ, സുന്നത്തിൽ സ്ഥിരപ്പെട്ട എമ്പാടും ദിക്റുകൾ നമുക്ക് പഠിച്ചു പ്രാവർത്തികമാക്കാനുണ്ട്. അങ്ങനെ ആ ദിക്റുകളിൽ മുഴുകി, ഖുർആൻ പാരായണത്തിൽ മുഴുകി, സൂര്യോദയം വരെ ഇരുന്ന് സൂര്യൻ ഉദിച്ച് ഒരു 15-20 മിനിറ്റ് കാത്തിരുന്ന് നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരം സ്വലാത്തുൽ ഇസ്റാഖ് പൂർണ്ണമായ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്ത 2 റക്അത്ത് നിസ്കാരം. ഇങ്ങനെ പകലിന്റെ ആദ്യ വേളക്ക് പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ പ്രദോഷത്തിൽ പകലിന്റെ അവസാന സമയത്ത് ചൊല്ലേണ്ടുന്ന പ്രത്യേകമായ ദിക്റുകളുണ്ട്, അദ്കാറുൽ മസാ എന്ന പേരിൽ. ആ സമയത്തിന്റെ ശ്രേഷ്ഠത മുൻനിർത്തിയാണ്, ആ സമയത്തിന്റെ പ്രത്യേകതയും അതിന്റെ പ്രാധാന്യവും അത് പ്രയോജനപ്പെടുത്താനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയതും അവിടെ പ്രത്യേകമായ ദിക്റുകൾ പഠിപ്പിച്ചതും. അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ, അമലു സ്വാലിഹാത്തുകൾ ഉയരുന്ന സമയം, നമ്മുടെ അമലുകൾ കൊണ്ട് സമ്പന്നമാക്കേണ്ടുന്ന ദിക്റിലും ദുആയിലും മുഴുകേണ്ടുന്ന സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഒന്നുകൂടി ആവർത്തിച്ച് മറ്റു ഹദീസുകളിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടണം, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, നിങ്ങൾ അല്ലാഹുവിനോട് ദിക്ർ ചെയ്യണം. പകലിന്റെ ആദ്യവേളയിൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം, പകലിന്റെ അവസാന വേളയിൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം, അസറിനും ഫജ്റിനും ശേഷമുള്ള സമയം, അതുപോലെ തന്നെ വശൈഅൻ മിന ദുൽജ, രാത്രിയുടെ ചില അംശവും. ദുൽജ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ അവസാന വേള, തഹജ്ജുദിന്റെ വേള. ആ സമയത്ത് രാത്രി മുഴുവൻ നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്നല്ല പറഞ്ഞു, വശൈഅൻ മിന ദുൽജ, രാത്രിയുടെ അല്പസമയം. ഫജ്റാകുന്നതിന് മുമ്പ് തഹജ്ജുദിന്റെ അവസാന വേളയിൽ, രാത്രിയുടെ അവസാന യാമങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നുസൂൽ ഉണ്ടാകും. അവൻ 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അവന്റെ മഹത്വത്തിന് അനുഗുണമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശത്തേക്ക് ഇറങ്ങി വരും. എങ്ങനെയാണ് അതിന്റെ രൂപം നമുക്കറിയില്ല, അജ്ഞാതമാണ്. അതുണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്, അത് വിശ്വസിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്ഥിരപ്പെട്ടതാണ്. അതിനെ ഉപമിക്കാവതല്ല, അതിന്റെ രൂപം സങ്കല്പിക്കാവതല്ല, അത് ചിന്തിക്കാൻ പോലും പാടുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തിന് അനുഗുണമായി അവൻ ഇറങ്ങും. എന്നിട്ട് അവൻ ചോദിക്കും, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ അവർക്ക് നൽകാം. ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ, ഞാൻ അവർക്ക് ഉത്തരം നൽകാം. ആരുണ്ട് എന്നോട് പാപമോചനം ഇറക്കാൻ, ഞാൻ അവർക്ക് പുറത്തു നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ക്ഷണിക്കുന്ന അവന്റെ വിളിയാളങ്ങളുണ്ട്. അതിനുത്തരം ചെയ്യാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വശൈഇൻ മിന ദുൽജ, രാത്രിയുടെ അവസാന യാമങ്ങളിലും നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം ചോദിക്കണം, ദുആ ചെയ്യണം, ദിക്ർ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഖസ്ദൽ ഖസ്ദ തബ്ലുഗു, ഇങ്ങനെയാണെങ്കിൽ ശരിയായ മാർഗം, ഈ ദീനിന്റെ മധ്യമമായ നിലപാട് അത് നിങ്ങൾക്ക് പുൽകാൻ സാധിക്കും, നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ, വെട്ടിപ്പിടിക്കാൻ സാധിക്കും. നിങ്ങൾ ലക്ഷ്യമാക്കേണ്ടത് ഈ ദീനിന്റെ മധ്യമമായ ശരിയായ ലാളിത്യമുള്ള എളുപ്പമുള്ള മാർഗമാണ്. ആ മാർഗം നിങ്ങൾക്ക് പുൽകാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവിടെ കടുപ്പിക്കലില്ല, അവിടെ പെരുപ്പിക്കലില്ല, അവിടെ ഇല്ലാത്തത് കൂട്ടിച്ചേർക്കലില്ല, ഉള്ളത് വെട്ടിച്ചുരുക്കലില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, നിങ്ങളെ നാം മധ്യമ നിലവാരത്തിലുള്ള മധ്യമമായ സമൂഹമാക്കിയിരിക്കുന്നു. കടുപ്പിക്കാതെ, പെരുപ്പിക്കാതെ, ഉള്ളത് വെട്ടിച്ചുരുക്കാതെ, അങ്ങേയറ്റത്തെ ജീർണതയിലും അലസതയിലും അലംഭാവത്തിലും ദീനിന്റെ വിധിവിലക്കുകൾ കാറ്റിൽ പറത്താതെ, ഉള്ളതെങ്ങനെയാണോ അത് പ്രായോഗികമായി, മനോഹരമായി, ഭംഗിയായി, ലാളിത്യത്തോടുകൂടി അത് നടപ്പിലാക്കുന്ന ആ മധ്യമ നിലവാരമുണ്ടല്ലോ, ദീനിന്റെ മധ്യമമായ നിലപാട്, ഇത് പുൽകുന്നവർ അവർ വിജയിക്കുന്നവരാണ്. ഈ മാർഗത്തിൽ ശരിയാമണ്ണം നിലകൊള്ളുന്നവർ, നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ എളുപ്പം മനസ്സിലാക്കി അതിന്റെ ശരിയെ കൂടുതൽ അടുത്തറിഞ്ഞ് അതിലേക്ക് സഞ്ചരിക്കാനും അതിൽ നിലകൊള്ളാനുമുള്ള മാർഗങ്ങൾ തേടിപ്പിടിച്ച് അള്ളാഹുവിനോട് സഹായം തേടി അവനോടുള്ള ഇബാദത്തുകളിൽ മുഴുകി അവനോട് ദുആ ചെയ്ത് ആ മാർഗത്തിൽ ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കുന്നവരാണ് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ ആകത്തുകയായി നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു ആലം. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മാർഗം, ഞാൻ പറഞ്ഞ ദീനിന്റെ ലാളിത്യമുള്ള മനോഹരമായ ശരിയായ ദീനിന്റെ ഏറ്റവും ഋജുവായ നേരായ ഈ മാർഗം പുൽകാൻ സാധിക്കുന്നതിന് നമുക്ക് 2 കാരണങ്ങൾ തേടേണ്ടതുണ്ട്. 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം നടപ്പിലാക്കേണ്ടതുണ്ട്.
അതിലൊന്നാമത്തെ കാര്യം, ഈ ശരിയായ ദീനിന്റെ ലാളിത്യം, അതിന്റെ എളുപ്പം, അതിന്റെ ഭംഗി, അതെങ്ങനെയാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത്, അങ്ങനെ തന്നെ മനസ്സിലാക്കാനുള്ള സാവകാശം നമുക്കുണ്ടാകണം. ഈ ദീനിന്റെ ശരിയായ രീതിശാസ്ത്രം, അത് പ്രയോഗത്തിൽ വരുത്തേണ്ടത് അതിന്റെ മൻഹജ്, അതിന്റെ പ്രായോഗികമായ രൂപം, രീതിശാസ്ത്രം, ഇത് നമ്മൾ ശരിയായ ഉറവിടത്തിൽ നിന്ന് കറകളഞ്ഞു പഠിക്കണം. അതാണ് അതിനുള്ള കാര്യം. സുന്നത്ത് എന്താണ്, ബിദ്അത്ത് എന്താണ്, തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ്, എന്താണ് സലഫുകൾ ഓരോ രംഗത്തും പാലിച്ച അവരുടെ മൻഹജ്, ഇത് കൃത്യമായി നമ്മൾ യോഗ്യരായ ആളുകളിൽ നിന്ന് ശരിയായ ഉറവിടത്തിൽ നിന്ന് പഠിച്ചു നടപ്പിലാക്കണം. അത് പഠിക്കാനുള്ള ക്ഷമ നമ്മൾ കാണിക്കണം. മുറിവൈദ്യന്മാരിൽ നിന്നോ ഏതെങ്കിലും മുറിമല്ലമാരിൽ നിന്നോ നാക്കിട്ടടിക്കാൻ, വാചാലമായി പ്രസംഗിക്കാൻ അറബി പോലും അറിയാത്ത ഏതെങ്കിലും വാഗ്വാദം നടത്തുന്ന ആളുകളിൽ നിന്നോ, സോഷ്യൽ മീഡിയ മുഫ്തികളിൽ നിന്നോ, ഇന്റർനെറ്റ് മശായിഖന്മാരിൽ നിന്നോ അല്ല നമ്മൾ പഠിക്കേണ്ടത്. ശരിയായ ഉലമാക്കൾ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, അവരെക്കാലത്തും ദീനിനു വേണ്ടി കർമ്മനിരതരായി ജീവിതം ഒഴിഞ്ഞുവെച്ച് ഇന്നും ഹയാത്തിലുണ്ട്. അവരിലേക്ക് നമ്മൾ മടങ്ങണം. ആകസ്മികമായ വിഷയങ്ങളിൽ, പ്രാദേശികമായി ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത്, നമ്മൾ ഫത്വ കൊടുത്ത്, നമ്മൾ കീറിമുറിച്ച്, നമ്മൾ വെട്ടിയകറ്റി തീരുമാനിക്കുന്നതിന് പകരം യോഗ്യരായി ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതന്മാർ, അവരിലേക്ക് കാര്യങ്ങൾ യഥാവിധം മടക്കാനും പണ്ഡിതോചിതമായി കാര്യങ്ങൾ നടപ്പിലാക്കാനും ദീനിന്റെ ശരിയെ പുൽകാനും നമ്മൾ സാധിക്കണം. അത് പഠിക്കാനും അതിനുള്ള സാവകാശം നമ്മൾ കാണിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം, പണ്ഡിതന്മാർ നമ്മെ നിർദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ മഹത്തായ ഒരു ദുആ എനിക്ക് താങ്കൾ പഠിപ്പിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഖുൽ അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി. അലി, അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. മരുമകനെയാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹു എനിക്ക് ഹിദായത്ത് നീ നൽകണമേ, എന്നെ നേരായ മാർഗത്തിൽ നീ അടിയുറപ്പിച്ചു നിർത്തണമേ. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആ ആണ്. ഈ ദുആ ശരിയായ മാർഗത്തെ, നേരായ മാർഗത്തെ, ഹിദായത്തിൽ നിലനിൽക്കാനുള്ള തൗഫീഖിനെ അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അലി റളിയല്ലാഹുവിനെ ഓർമ്മിപ്പിച്ച മറ്റൊരു പാഠം കൂടിയുണ്ട്. വദ്കുർ ബിൽ ഹുദാ ഹിദായതക ത്വരീഖ്. താങ്കൾ അല്ലാഹുവിനോട് ഹിദായത്തിനെ ചോദിക്കുമ്പോൾ, സന്മാർഗത്തെ ചോദിക്കുമ്പോൾ, ഹിദായതക ത്വരീഖ്, ഒരു നേരായ മാർഗത്തിൽ താങ്കൾ എങ്ങനെ സഞ്ചരിക്കും? ഒരു പരിചയമില്ലാത്ത വിദൂരമായ ഒരു ദേശത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. ആ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എത്തിച്ചേരാനുള്ള സ്ഥലത്തിലേക്കുള്ള യാത്രാമാർഗം ശരിയായ വഴിയിൽ തന്നെയാണോ നമ്മൾ പ്രവേശിച്ചതെന്ന് ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? യാത്ര പുറപ്പെടുള്ളൂ. നമ്മുടെ യാത്രയിൽ ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കുകയില്ല. ആ വഴി കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന വഴിയാണോ, ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന വഴിയാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തും. ഇങ്ങനെ സന്മാർഗത്തെ ചോദിക്കുമ്പോൾ കാനേശുമാരി ചോദ്യമല്ല ചോദിക്കേണ്ടത്, മറിച്ച് കൃത്യമായി ഹിദായത്തിൽ നേരായ വഴിയെ പുൽകാനുള്ള അഭിവാഞ്ജയോടെ അതോർത്തുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ഹുദയെ ചോദിക്കണം, സന്മാർഗത്തെ ചോദിക്കണം. അതുപോലെ തന്നെ ഹിദായത്ത് ചോദിക്കുന്നതോടൊപ്പം അതിലുള്ള ശരിയായ സഞ്ചാരം, ഇസ്തിഖാമത്ത്, ആ നേരായ മാർഗത്തിൽ ഹിദായത്ത് ലഭിക്കുക എന്നത് കാര്യമാണ്, വലിയ നിഅമത്താണ്. പക്ഷെ അതിനേക്കാൾ വലിയ കാര്യം ആ ലഭിച്ച ഹിദായത്ത് നഷ്ടം സംഭവിക്കാതെ അവസാന ശ്വാസം വരെ, മരണം വരെ നെഞ്ചോട് ചേർക്കാൻ സാധിക്കുക, അതിലായി മരിക്കാൻ തൗഫീഖ് ലഭിക്കുക എന്നുള്ളതാണ്, ഇസ്തിഖാമത്ത് ലഭിക്കുക എന്നുള്ളതാണ്, ഹിദായത്തിൽ സ്ഥിരത ലഭിക്കുക, സ്ഥൈര്യം ലഭിക്കുക എന്നുള്ളതാണ്. ആ സദാദിനെ താങ്കൾ ചോദിക്കുമ്പോൾ, സദാദ സഹം, അമ്പെയ്യുന്ന ആൾ, ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പെയ്യുന്ന ആൾ, അയാളുടെ അമ്പിനെ എങ്ങനെ കൃത്യമായി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുമെന്ന് ചിന്തിക്കും, അതിനുവേണ്ടി എങ്ങനെയൊക്കെ ഒരുങ്ങും. ആ അമ്പിന്റെ പിന്നിലുള്ള തൂവലുകൾ, അതിന്റെ ശരിയായ ദിശയിലേക്കുള്ള സഞ്ചാരത്തിന് വേണ്ടിയുള്ള ലക്ഷ്യം പിടിക്കൽ, ഉന്നം പിടിക്കൽ, ഇങ്ങനെ കൃത്യമായി അത് ലക്ഷ്യസ്ഥാനത്ത് തന്നെ തറയ്ക്കാനുള്ള കൃതകൃത്യമായ ആ കുശാഗ്രമായ വീക്ഷണമുണ്ടല്ലോ, ശരിയെ തന്നെ പുൽകണം, ശരിയിൽ തന്നെ പതിക്കണം എന്ന അതിയായ ആഗ്രഹം, ഇത് അള്ളാഹുവിനോട് ഇസ്തിഖാമത്തിനെ ചോദിക്കുമ്പോൾ, ശരിയായ മാർഗത്തിൽ അടിയുറക്കാൻ ചോദിക്കുമ്പോൾ താങ്കൾ ഓർക്കുക. അങ്ങനെ കൃത്യമായ മാർഗം ഏതാണ്, ശരിയായ സന്മാർഗത്തിന്റെ പാന്താവേതാണ്, അത് തന്നെ എനിക്ക് ലഭിക്കണമെന്ന അതിയായ ആഗ്രഹത്തിൽ അല്ലാഹു അഹ്ദിനി വസദ്ദിദ്നി എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇത് ആവർത്തിക്കുക.
ഈ മാർഗത്തിലേക്ക് എത്താനുള്ള, നേരത്തെ പറഞ്ഞ ശരിയായ ദീനിന്റെ വിശാലത ഉൾക്കൊള്ളാനുള്ള പഠനവും ചിന്തയും ശരിയായ ഉറവിടത്തിൽ നിന്ന് ശരിയായ രൂപത്തിൽ നമ്മൾ അത് നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന്റെ വിശാലതയിലേക്ക് നമ്മെ നയിക്കും. തീർച്ചയാണ്. വഅബ്ശിറു വഅബ്ശിറു വഅബ്ശിറു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ദുനിയാവിലെയും നാളെ ആഖിറത്തിലെയും സകല നന്മകളും നമുക്കതുകൊണ്ട് നേടാൻ സാധിക്കും. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഹ്ദിനാ വസദ്ദിദ്നാ اللهم اهدنا وسددنا اللهم اهدنا وسددنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.